ഇന്നത്തെ നഗരവൽകൃതവും വ്യാവസായികമായ ലോകത്ത് നാം പ്രതിദിനം പല വിധത്തിലുള്ള വിഷങ്ങളുമായി രാസവസ്തുക്കളുമായി സമ്പർക്കത്തിൽ വരുന്നു. നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്ന ക്രീമുകൾ, ലോഷനുകൾ, സോപ്പുകൾ, ഷാമ്പുകൾ, മറ്റു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ജങ്ക് ഫുഡുകൾ, കീടനാശിനി തെളിച്ച പച്ചക്കറി പഴവർഗ്ഗങ്ങൾ, വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വിഷപ്പുക, ഇവയിലെല്ലാം നമുക്ക് ഈ രാസവസ്തുക്കളെ കാണാം. ഇവയെ നമ്മൾ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഇവ ചെറിയ തോതിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കാലാന്തരേണ ശേഖരിക്കപ്പെട്ട് ശരീരത്തിന്റെ പല അവയവങ്ങളെ ബാധിച്ച് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി പല വിധത്തിലുള്ള രോഗാവസ്ഥകളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമായി രൂപാന്തരപ്പെടുന്നു. ആയുർവേദത്തിൽ പല വിധത്തിലുള്ള വിഷങ്ങളെ പറ്റിയും അവയുടെ ലക്ഷണങ്ങളും ചികിത്സയും കൃത്യമായി തന്നെ വിശദീകരിച്ചു പോകുന്നുണ്ട്. പലപ്പോഴും ഈ രാസവസ്തുക്കളും അവ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹാനികരമായ മാറ്റങ്ങളെ പറ്റിയും നാം അർഹിക്കുന്ന ഒരു ഗൗരവത്തോടെ സമീപിക്കാറില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം മുഴുവനായി ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. എന്നിരുന്നാലും നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളെയും അവ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹാനികരമായ മാറ്റങ്ങളെ പറ്റി നാം ബോധവാന്മാരായിരിക്കണം. അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൃത്യമായ വൈദ്യസഹായത്തിലൂടെ ആയുർവേദത്തിലൂടെ നമുക്ക് ചികിത്സിക്കാം.